പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോംസ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവിലാമല. ഫോൺ 9845128760. ദേശമംഗലം തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചു പൂമ്പാറ്റകൾ എന്ന് പേരിട്ട ക്യാമ്പ് തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ബാലവേദി എനിക്ക് തോന്നുന്നത് തലപ്പള്ളി താലൂക്കിൽ ഒരു മോഡലായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നത്. തലപ്പള്ളി താലൂക്കിന്റെ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റാണ് ഉണ്ണീഷ മാഷ്. ദേശമംഗലത്തെ നമ്മുടെ മാഷാണ്. മാഷിന്റെ അഭിമാനമാവുന്ന രീതിയിൽ ദേശമംഗലത്തെ തലശ്ശേരിയിലെ ബാലവേദിയിലെ കുട്ടികൾ 100-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ അതൊരു മോഡലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വനിതാ വേദിയിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. പണ്ട് വായനശാല തുടങ്ങിയ സമയത്ത് യുവജന വേദി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഭിമാനമാവുന്ന രീതിയിൽ തണല് പ്രവർത്തിച്ചിരുന്നു ശരിക്കും, ആതുര സേവന രംഗത്തൊക്കെ. പക്ഷെ അതിന്റെ പ്രവർത്തനം പിന്നീട് കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം. വേറെ 2 കാര്യങ്ങളോട് സൂചിപ്പിച്ചാൽ നിർത്താം. ഒന്ന്, ഗ്രന്ഥശാല പുസ്തകങ്ങള് ലൈബ്രറികൾ വീടുകളിലേക്ക് പോകാനായിട്ട് പദ്ധതി കഴിഞ്ഞ വർഷം. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് വിനോദ് M. നമ്പ്യാർ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ വിദ്യ ക്യാമ്പ് വിശദാംശങ്ങൾ അവതരിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കുള്ള അനുമോദനവും നടന്നു. വായനശാല ജോയിന്റ് സെക്രട്ടറി ഇബ്രാഹിം, ജനപ്രതിനിധികളായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷംല ഷിഹാബ്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ, ഹരിദാസൻ, ഫർസാന, വായനശാല ഭരണസമിതി അംഗം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ MN ഹരിമുരളിയുടെ കളിമൺ ശില്പശാല, ദീപ്തി വിനോദന്റെ പാട്ടുപരിശീലനം, ഷാബിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം, 2ാം ദിനത്തിൽ പട്ടാമ്പി രവികുമാറിന്റെ ചിത്രരചന പരിശീലനം, ഉണ്ണികൃഷ്ണൻ വയലി കുരുത്തോല കൈവേല പരിശീലനം, മനോഹരന്റെ ഏടാകൂട പരിശീലനം എന്നിവ നടന്നു. തുടർന്ന് ഷാജി വരവൂരിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ക്രിസ്തുമസ് ആഘോഷവും ഉണ്ടായി. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700, 9567597700.